ഹായ് മാന്യ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചീവക്കിഴങ്ങ് അഥവാ കൂർക്ക നടുന്നതിന് വേണ്ടി അതിൻ്റെ തണ്ട് മുറിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ കൂർക്കയുടെ അല്ലെങ്കിൽ ചീവക്കിഴങ്ങിൻ്റെ തണ്ട് ഒരു ദിവസം മുറിച്ച് നമ്മൾ മാറ്റിയിട്ടേക്കണം. അതിൻ്റെ കിളിക്കാനുള്ള മുകുളങ്ങളുടെ സുഷുപ്തിയിൽ നിന്ന് ഉണരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് നടാൻ പോവുകയാണ്. ഇതിപ്പോൾ നട്ടാൽ വൃശ്ചിക മാസം, മലയാള മാസം വൃശ്ചികത്തിലോടുകൂടി നമുക്ക് ഇത് വിളവെടുക്കാൻ വളരെ പെട്ടെന്ന് വിളഞ്ഞു കിട്ടുന്ന ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് ഈ ചീവക്കിഴങ്ങ് എന്ന് പറയുന്നത്. സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടമായ ഈ കിഴങ്ങ് വർഗ്ഗ വിള നമുക്ക് നടാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഈ രീതിയിലാണ് തടം വെട്ടേണ്ടത്. ഇതിന് പണ കോരി വേറൊരു രീതിയിൽ നടാം. പണ കോരി അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് നടാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെ നടുകയാണ്. വലിയ തടം വെട്ടിക്കൊണ്ട് അതിനകത്ത് കൂടുതൽ തണ്ടുകൾ നട്ടുപിടിപ്പിക്കുന്ന രീതിയാണ്. കാരണം ഏറെക്കുറെ മഴ മാറിയ സാഹചര്യത്തിലും നമുക്കിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഭയങ്കരമായ മഴയത്ത് ഈ തണ്ടുകളൊക്കെ മുറിച്ച് നട്ടാൽ കിളിച്ചു വരാനൊക്കെയുള്ള താമസങ്ങളും മറ്റു കാര്യങ്ങളുമുണ്ട്. മുൻകാലങ്ങളെപ്പോലെ നമുക്ക് പ്രകൃതിയുടെ കലണ്ടർ അനുസരിച്ച് കൃഷി ചെയ്യാൻ ഇപ്പോൾ സാധ്യമല്ല. കാരണം മുൻകാലങ്ങളിൽ മഴയുടെ സമയം, അത് കഴിഞ്ഞ് ആ ചെടിക്ക് വളരാനും അത് കായികഫലം തരാനുമൊക്കെ ഉള്ള സമയം, അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥ തന്നെ നമുക്ക് ഒരുക്കിയിരുന്നു. പക്ഷേ ഇപ്പം മാറി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നടീൽ രീതികളും ഒക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കൃഷിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ചീവക്കിഴങ്ങ് കൂർക്ക കഴിച്ചിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും. അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്ക് തടം ഒക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് ഞാനിപ്പോൾ ഇത്രയും തണ്ടുകൾ ഒരുമിച്ച് അങ്ങ് നടുകയാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ 3 തണ്ടുകൾ നട്ടാൽ മതി. ഞാൻ ഇപ്പോൾ തണ്ട് ഒരുപാടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് സ്ഥലത്തെ ഞാനിത് നടുന്നുള്ളൂ. അതുകൊണ്ടുമാണ് കൂടുതൽ തണ്ട് നടുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞാൽ ഏതൊരു സസ്യവും നടുന്നുടനെ വളം ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സസ്യത്തിന് ഏതാനും ഇലകൾ വരുന്നതിന് വരെയുള്ള ആ സംരക്ഷണം, അതായത് അതിനുള്ള ഭക്ഷണം ഇതിൻ്റെ തണ്ടുകളിൽ തന്നെ ആ മാതൃസസ്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതൊരു ഘടകം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഇത് നട്ട് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി വരുന്ന വേരുകൾക്ക് വളം വലിച്ചെടുക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ അത് വലിയ വളത്തിനകത്തൊക്കെ ഇത് കൊണ്ടുവച്ചാൽ ഈ ചെടി, ഈ സസ്യം പൂർണ്ണമായിട്ടും നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മുരടിക്കും, ഇല കൊഴിയും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത്, ഈ സസ്യങ്ങൾ നട്ടതിന് ശേഷം ഏതാനും ആഴ്ചകൾ കഴിയുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെ കഴിയുന്നുണ്ടെങ്കിൽ ഇതിന് പുതിയ ഇല വരും. ആ സമയത്താണ് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ പ്രേക്ഷകരുമായിട്ട് ഞാൻ വെക്കുന്നതാണ്. അപ്പോൾ അതാണ് എൻ്റെ നടുരീതി. ഞാൻ നടുന്ന രീതിയാണ് പറയുന്നത്. അല്ലാതെ എങ്ങനെ നടുന്നതിനോടും എനിക്ക് എതിർപ്പില്ല. ഞാൻ നടുന്നൊന്നേ എനിക്ക് ഈ സസ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതുപോലെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന് 2 മുട്ട് മണ്ണിനടിയിൽ താഴണം. 2 മുട്ട് മണ്ണിനടിയിൽ താഴത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാൻ. അതുപോലെ ഇത് മണ്ണ് ഒരുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കല്ല് യാതൊരു കാരണവശാലും കല്ല് കാണരുത്. കല്ലില്ലാത്ത രീതിയിൽ വേണം നമ്മൾ മണ്ണ് ഒരുക്കാൻ.
പ്രിയമുള്ളവരെ, ഇത് ഭൂമിയുള്ളവർക്ക്, മണ്ണ് നമ്മുടെ പറമ്പുള്ളവർക്ക് ഇത് പറമ്പിൽ നടാം. അല്ലാത്തവർക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും ചാക്കിലും ഒക്കെ നല്ല രീതിയിൽ നടീൽ മിശ്രം തയ്യാറാക്കി ഇട്ടതിന് ശേഷം ഇത് നട്ട് പിടിപ്പിക്കാം. നമുക്ക് ഇത് പച്ചക്കറി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ചീവക്കിഴങ്ങിൽ വലിയ മായമൊന്നും ചേർക്കാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും നമുക്ക് ഇതേപോലെ കൃഷി ചെയ്യാൻ സാധിച്ചാൽ 2 ഗുണങ്ങളാണ് ഇതിൻ്റെ കൃഷിരീതി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്തുകൊണ്ടും നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന ആ സ്വാദ് ഒരിക്കലും നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറിക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ അല്പം സ്ഥലമുള്ളവർക്ക് സമയം അല്പം വിനിയോഗിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാർഗ്ഗം ഉണ്ടാകും. എനിക്ക് ഇന്നത് ചെയ്യണം, അതിന് എല്ലാ ദിവസവും ഞാൻ കുറച്ച് നേരം അതിനു വേണ്ടി ചിലവഴിക്കും എന്നൊക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് സമയമുണ്ടാകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഞാൻ എന്നും പറയാനുള്ളതാണ്, നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിക്കുന്നു, രോഗപ്രതിരോധ ശേഷിയാണ് പ്രധാനമായിട്ടും വർദ്ധിക്കുന്നത്. ഒപ്പം ഇത് വിളയുന്നതും വിളവെടുക്കുന്നതും ഒക്കെ അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സംതൃപ്തിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനീ ചെയ്യുന്ന കൃഷികളൊക്കെ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമായിട്ട് അധികം പണച്ചിലവൊന്നുമില്ലാതെ നിസ്സാരമായ വളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് ഏറ്റവും മികച്ച രീതിയിൽ വിളവെടുക്കുന്ന കൃഷി രീതികളാണ് ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നടീൽ മുതൽ അതിൻ്റെ വിപണനം വരെ നമ്മൾ ആദായം എടുക്കുന്നതും അത് വിൽക്കുന്നതും വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നതിനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയുമെങ്കിൽ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ ആദ്യം തന്നെ എൻ്റെ വീഡിയോകൾ കാണുകയും നാളിതുവരെ വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.